الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وهذا كتاب أنزلناه مباركا فاتبعوه واتقوا لعلكم ترحمون. സ്നേഹമുള്ള മുസ്ലിം വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ ദാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു പദമാണ് ബർക്കത്ത് എന്നുള്ളത്. എന്താണ് ബർക്കത്ത് എന്നുള്ളതും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായ അല്പം ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ ഉണർത്തുന്നത്. ബർക്കത്ത് എന്ന് പറയുമ്പോൾ ഭാഷാപരമായി തന്നെ അതിൻ്റെ അർത്ഥം സുബൂത്തുൽ ഖൈറുൽ ഇലാഹി ഫി ഷൈഇൻ, അതായത് ഒരു വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഖൈറ് എന്ന് നമ്മൾ പറയാം. എല്ലാവർക്കും ഒരു ഖൈറ് എന്ന് പറഞ്ഞ നന്മ, അത് സ്ഥിരപ്പെടുക, അത് സ്ഥിരമായി നിലനിൽക്കുക എന്നുള്ളതാണ്. ഭാഷാപരമായി നമ്മൾക്ക് ബർക്കത്തിന്റെ ആശയം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് നമ്മൾക്കൊക്കെ ആവശ്യമുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ, നമ്മുടെ സമ്പത്തിന്റെ മേഖലയിൽ, മക്കളിൽ, കുടുംബത്തിൽ ഒക്കെ നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് ബർക്കത്ത് എന്നുള്ളത്. അതിന്റെ ഉടമ അല്ലാഹുവാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അനുഗ്രഹീതനായ അല്ലാഹുവാകുന്നു അതിന്റെ ഉടമ. അതുകൊണ്ട് തന്നെ ബർക്കത്ത് അല്ലാഹുവിങ്കൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇന്ന് സമൂഹത്തിൽ ബർക്കത്തിന് വേണ്ടി ഹക്ക് ജാ ബർക്കത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്
അത് ഏതെങ്കിലും മഹാന്റെ മുമ്പിൽ പോയി ചോദിക്കുന്ന ആളുകളുണ്ട്, ഖബറിന്റെ അടുത്ത് പോയി ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്, വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് അൽ ബർക്കത്തു മിനല്ലാഹ് ഫലാ തത്ലുബുൽ ബർക്കത മിൻ ഗൈരില്ലാഹ്, ഇതാണ് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിങ്കൽ നിന്നാണ് ബർക്കത്ത്. അത് അള്ളാഹുവിങ്കൽ നിന്ന്, അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോട് അത് നമ്മൾ തേടാൻ പാടില്ല. ഇത് അടിസ്ഥാനപരമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്മാർ പോലും അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ബർക്കത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻകാലത്തുള്ള പ്രവാചകന്മാരൊക്കെ അത്തരം പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ഗ്രാമത്തെ തന്നെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, അവിടെ ഒന്നാമതായി പറഞ്ഞ കാര്യം, അവർ തഖ്വയിലും വിശ്വാസത്തിലും ഒക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നന്മയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അത് കിട്ടുന്ന, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ലഭിക്കും എന്നുള്ള ഒരു കാര്യം ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു അഅറാഫിലെ 96-ാമത്തെ ആയത്തിൽ, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, അവർ വിശ്വസിക്കുകയും, ആ ഗ്രാമവാസികളായ ആളുകളെ വിശദീകരിക്കുമ്പോൾ അല്ലാഹു പറയാണ്, അവർ വിശ്വസിക്കുകയും വത്തഖൗ, തഖ്വയോടുകൂടെ നിലകൊള്ളുകയും ചെയ്താൽ, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ, അവർക്ക് നാം ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. ലഫതഹ്നാ, അങ്ങനെ അവർ ജീവിച്ചപ്പോൾ ലഫതഹ്നാ, നാം തുറന്നു കൊടുത്തു. അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുള്ള ബർക്കത്തുകൾ അവർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. വലാകിൻ കദ്ദബു, പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം സമൂഹത്തിന്, മുൻകാല സമൂഹത്തിന് സംഭവിച്ച പോലെ തന്നെ ഈ ഗ്രാമത്തിന്റെ അവസ്ഥ എന്താ പറയാണ്, വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി അവരെ നാം പിടികൂടി. ബർക്കത്ത് അവിടെ നിന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, ഇതിലൊക്കെ വലിയ പാടുണ്ട് നമുക്ക്. അതുകൊണ്ട് എന്തൊക്കെയാണ് ഇസ്ലാം ആ രംഗത്ത് നമ്മളോട് പറഞ്ഞത്, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ, അത് ഉണ്ടായിത്തീരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉണർത്തുന്നത്. ഒന്ന്, തഖ്വയിലൂടെയുള്ള നല്ലൊരു ജീവിതം, അല്ലെ? നമ്മളെ ആ റിസ്ക് പോലും തടയപ്പെടുമെന്നാണ് ഹദീസുകളിലുള്ളത്. എന്ത്? നമ്മുടെ പാപങ്ങൾ കാരണമായി. അങ്ങനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇന്നൽ അബ്ദ വ ഇന്നൽ അബ്ദ ലയുഹറമു റിസ്ഖ ലയുഹറമു റിസ്ഖ ബിദ്ദംബി ബിദ്ദംബി യുസീബുഹു, അവനിൽ നിന്ന് ബാധിക്കുന്ന ചില കുരുത്തക്കേട് കാരണം, അല്ലെ, പാപങ്ങൾ കാരണം അവന്റെ റിസ്കിന് പോലും തടയപ്പെടും. ബർക്കത്ത് അവിടെ നിന്ന് പോകാം. അതുകൊണ്ട് എപ്പോഴും തഖ്വയോടുകൂടെ നിലകൊള്ളാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഒന്നാമത്തെ ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ വീട്ടിൽ, ആ വീട്ടിൽ ഒരു അനുഗ്രഹം ഉണ്ടായി. ഇസ്ലാമിക കുടുംബമാകണം. നമുക്കറിയാം, തഖ്വയുള്ള ഒരു ഈ കുടുംബമായി നമ്മളെ കുടുംബം മാറണമെന്ന്. അവിടേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പോലും ആ കാര്യം ശ്രദ്ധിക്കണം, അല്ലെ? ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എന്ത്? ബിസ്മില്ലാ എന്ന് പറഞ്ഞ് പ്രവേശിക്കുക. അവിടെ നമുക്ക് ബിസ്മിന്റെ ഫദ്ൽ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾ പറഞ്ഞിരിക്കും. കാരണം അള്ളാഹുവിന്റെ ഒരു കാവൽ കിട്ടുന്ന കാര്യമാണ് ഏത് രംഗത്തും ഞാൻ ബിസ്മി പറയുമ്പോൾ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ അത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് എത്രയോ കാവലുണ്ടായിട്ടുണ്ട്. അള്ളാഹിന്റെ മലായിക്കത്തുകളുടെ സംരക്ഷണത്താൽ അപകടങ്ങളിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ ദുആ കൊണ്ട് തന്നെയാണ്. ബിസ്മിന്റെ ഫദ്ലാണ്. അതുകൊണ്ട് ആ ബിസ്മി ചൊല്ലി വീട്ടിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് നമുക്കറിയാം. ആ വീട്ടിലേക്ക് കയറുമ്പം ആ രംഗത്ത് നമ്മൾ ചെയ്യേണ്ട ഒന്നാണെന്ത്? അവിടെ സലാം പറഞ്ഞ് വീട്ടിൽ പ്രവേശിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ പലർക്കും സംഭവിക്കാറ്, സ്വന്തം ഏറ്റവും പ്രിയപ്പെട്ടവർ ആയിരിക്കല്ലോ വീട്ടിലുണ്ടാകുക. ഒന്നുകിലും മക്കള്, ഭാര്യ ഒക്കെ ആയിരിക്കും. ഓരോടൊന്നും സലാം പറയില്ല. പുറത്തൊക്കെ ഇറങ്ങിയ ഉഷാറായിട്ട് സലാം പറയുന്ന ഒരു അവസ്ഥ അങ്ങനെ ശീലിച്ചിട്ടില്ല. അതതിന്റെ കാരണം, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ശീലം കൊണ്ടുവരണം. അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയല്ലേ. ആദ്യം ചിലപ്പോൾ പറയാത്ത ഒരാൾക്ക് ഒരു ശൈവകേട് ഉണ്ടായി വരും, പിന്നെ അങ്ങോട്ട് റെഡി ആയിക്കോളും. കാരണം എന്താ? അനുഗ്രഹം, ബർക്കത്തിനാണ്. അവിടെ സലാം പറയും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബറക്കത്ത്, അനുഗ്രഹം, റഹ്മത്ത്, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വേണം. നമ്മളെ ഭാര്യക്ക് കിട്ടണം, നമ്മളെ മക്കൾക്ക് കിട്ടണം, നമ്മൾക്ക് തിരിച്ചു കിട്ടണം. അതാണ് സലാമിന്റെ ഒക്കെ പൊതുവെ, അല്ലെ? അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ ഹദീസിൽ കാണാൻ സാധിക്കും.
പിന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ കാര്യം സൂറത്തുൽ നൂറിൽ പറയുന്നുണ്ട്, ഫൈദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബ. ഖുർആൻ പറഞ്ഞു ഏറ്റവും നല്ല അനുഗ്രഹീതമായ ത്വയ്യിബായ ആ വാക്കാകുന്നു അല്ലാഹുവിങ്കൽ നിന്നുള്ള തഹിയ്യത്ത്, അഭിവാദ്യമാകുന്നു എന്ന്. അതുകൊണ്ട് ഫൈദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും, നിങ്ങൾ സ്വയം സലാം പറയണം. ഇതിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീർ വ്യാഖ്യാതാക്കൾ പറയുന്നത്, ആരുമില്ലാതെ നിങ്ങളെ വീട്ടിലേക്ക് ആളില്ലാതെ നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ കൂടി അവിടെ സലാം പറഞ്ഞു കയറാണ്. ആലോചിക്കി. അപ്പോ ആ ഒരു ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇതിന്റെ ഒരു വിശദീകരണം എന്നോണം ഹദീസിലും അത് കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ബുനയ്യ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ എന്ന് വിളിച്ചു പറയാണ്, ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ കുടുംബത്തിലേക്ക് നിന്റെ വീട്ടിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ ഫസല്ലിം, നീ സലാം പറയണം, യകുൻ ബറകതൻ, അത് നിനക്കൊരു ബർക്കത്താകണം. അങ്ങനെ തന്നെ ഹദീസിലുള്ളത്, ബർക്കത്തൻ അലൈക വഅലാ അഹ്ലി ബൈതിക, നിനക്കും നിന്റെ കുടുംബത്തിനും അത് ഒരു ബർക്കത്താകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ശീലം നമ്മളിൽ ഉണ്ടാകണം. ബിസ്മി ചൊല്ലി കയറണം, സലാം പറയണം. അവിടെ ബിസ്മി ചൊല്ലിയിട്ടില്ല, വേറെ ഹദീസിൽ നമ്മൾ പഠിച്ചിട്ട് ശൈത്വാൻ അതിൽ പങ്കാളിയാണ്. അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ ശൈത്വാൻ അതിൽ പങ്കാളിയാകുന്ന. അതുകൊണ്ട് ഇസ്ലാമിക ഒരു കുടുംബത്തിൽ ഒന്നാമതായി വേണ്ടതാ. എത്ര പ്രശ്നങ്ങളാണ് വീടുകളിൽ നടക്കുന്നത് ആലോചിച്ചു. എന്തേ നമ്മളൊക്കെ വീട്ടില് പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും, അതിന്റെ ഇടയിൽ ആരാ പ്രവർത്തിക്കുന്നത്? ശൈത്വാനാണ്. എന്റെ അല്ലാഹു റസൂലും പഠിപ്പിച്ച ഈ കാര്യം നമ്മൾ പറയാതെ പോകുന്നു അല്ലേ? അതുകൊണ്ട് പറയണം, സലാം പറയണം, ബിസ്മി ചൊല്ലണം. ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ ബർക്കത്തിനുള്ള കാരണമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ബിസ്മി ചൊല്ലണം. അത് ഒറ്റക്കൊറ്റക്ക് തിന്നുന്ന ഒരു രീതി ഇന്ന് നമ്മൾ കാണാറുണ്ട്. അത് ബർക്കത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലെ? ഒരു ഭക്ഷണത്തിന്റെ ഒരു വറ്റുപോലും കളയാതെ, അത് വേസ്റ്റ് ആകാതെ, എവിടെയാണ് അള്ളാഹുവിന്റെ ബർക്കത്ത് ഉള്ളതെന്ന് അറിയില്ല നമുക്ക്. അതുകൊണ്ട് അങ്ങനെ വൃത്തിയായി കഴിക്കാൻ നമുക്ക് കഴിയണം, നമ്മൾക്ക് കഴിയണം, മക്കൾക്ക് കഴിയണം. അതും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറയാതെ ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞപ്പോ, എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് ചോദിച്ചു അവരോട് അല്ലെ? ഒരു ടീം പറഞ്ഞപ്പോ അപ്പം പറഞ്ഞു, ഇങ്ങനൊക്കെ ഞങ്ങള് വ്യത്യസ്ത സമയത്ത് വ്യത്യസ്തരായിട്ടാണ്, അങ്ങനല്ല നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങളെ ഭക്ഷണത്തിൽ ഒരുമിച്ചിരിക്കണം. അള്ളാന്റെ നാമം ഉച്ചരിക്കുകയും ചെയ്യണം. എങ്കിൽ യുബാരിക് ലക്കും ഫീഹി, അതിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് അല്ലെ? അപ്പൊ നമുക്ക് നിങ്ങൾ ബർക്കത്ത് കിട്ടാനുള്ള വഴി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അല്ലെ? വയറ് നിറയാൻ അല്ലെ? ഒരു പക്ഷേ നമ്മളെ വീട്ടിലുണ്ടാക്കിയ നമ്മൾക്ക് 2 പേർക്കുള്ള ഭക്ഷണം 3ഉം 4ഉം പേർക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടെന്ന് വരാം, അല്ലെങ്കിൽ മതിയായെന്ന് വരാം. അല്ലാഹുവിന്റെ ബർക്കത്ത, അതാ ഉള്ളതിൽ ഒരു ഖൈറുകൾ കിട്ടുകയാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അവിടെ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറഞ്ഞ അവസ്ഥയുണ്ടാകാം. ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ? അതൊക്കെ ഇങ്ങനെ വേർതിരിഞ്ഞ് വാപ്പ ഒരു സമയത്ത് ഉമ്മ ഒരു സമയത്ത് അങ്ങനെയല്ല, പരമാവധി അവിടെ ഉള്ള സമയത്ത് ഒന്നിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസ്ഥ, ഒരു അങ്ങനെയുള്ള ഒരു രീതി നമ്മളെ വീടുകളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെ എല്ലാ വിഷയത്തിലും ജമാഅത്തായി കൂട്ടായിട്ട് നമ്മൾ നിലകൊള്ളുക എന്നുള്ളത് ഒരു ഇസ്ലാമികമായ ബർക്കത്ത് കിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ സംഘടനയിലും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. എന്താ, ഒരു ജമാഅത്തിന്റെ കൂടെയാണ് അള്ളാഹു അല്ലെ? അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുക. ഈ രംഗത്തൊക്കെ അത് ശ്രദ്ധിക്കണം നമ്മൾ. മറ്റൊന്ന്, ചില സമയങ്ങൾ അല്ലെ, ചില സന്ദർഭങ്ങൾ അള്ളാഹുവിന്റെ ബർക്കത്ത് നമുക്ക് ലഭിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലൊന്നാണ് ഏറ്റവും നല്ല രാവിലത്തെ സമയം എന്നുള്ളത് അല്ലെ? രാവിലെ പ്രഭാതത്തിൽ അല്ലെ? ഒരാൾ സുബഹി നമസ്കരിച്ച് അയാളുടെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി നോക്കി, നിങ്ങൾ എന്തായി പോയി ബർക്കത്ത് പറയുമ്പോ ഖൈർ തന്നെയാണ്. ആ ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ആ കൂടിയിരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ പരസ്പര സംസാരവും കുടുംബത്തിൽ ഐക്യം ഉണ്ടാവും. അവിടെയാണ് ആ സമാധാനം. പരസ്പരം അങ്ങോട്ടും ഒക്കെ ഒരു രസം പറഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിക്കും. ആ ഒരു അനുഗ്രഹം അവിടെ കിട്ടുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മളിങ്ങനെ ആ രാവിലെ ഉണർന്നുകൊണ്ട് നേരത്തെ തന്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ എത്രയോ സമയം ഒരാൾക്ക് കിട്ടും. ഒരാള് 7 മണി 8 മണി 9 മണിക്ക് വരെ ഉറങ്ങി എണീറ്റ് അല്ലെ? ഇന്നത്തെ ഒരു രീതി യഥാർത്ഥത്തിൽ അത് മാറേണ്ട, ആരോഗ്യ രംഗത്തും അത് മാറണമെന്നാണല്ലോ ഇന്ന് ശാസ്ത്രം എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണത്? വൈകി ഉറങ്ങുക, വൈകി എണീക്കുക അല്ലെ? ഇത് പ്രവാചകന്റെ ചര്യക്കും എതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ഉറങ്ങുകയും അതുപോലെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുമായിരുന്നു.
മാത്രല്ല അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന എങ്ങനെ? അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ. അപ്പൊ ഇങ്ങനെ നമ്മൾ കിടന്നുറങ്ങുക. നിങ്ങൾ അത് ചോദി. അപ്പൊ ഒരു ദിവസത്തിന്റെ തുടക്കം പ്രഭാതത്തിൽ സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്ന ഒരാൾ ആ പള്ളിയിൽ നിന്ന് ജമാഅത്തായി നിസ്കരിച്ചാൽ തന്നെ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാ. പിന്നെ അയാൾക്ക് എത്ര സമയമുണ്ട് ഇറങ്ങി പുറപ്പെടാൻ അയാളുടെ ജോലിയിലേക്ക് അല്ലെങ്കിൽ വീട്ടിലെ മറ്റു ജോലികളിലേക്ക് അയാൾ പ്രവേശിക്കുമ്പോൾ ആ ദിവസം തന്നെ വല്ലാത്തൊരു അനുഗ്രഹമായി വല്ലാത്തൊരു സംതൃപ്തി അയാളുടെ ജീവിതത്തിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സമയങ്ങളൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ആ കൂട്ടത്തില് നമ്മൾ എന്തൊക്കെ അവിടെ ദിക്റുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണം ഒക്കെ ആ രംഗത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ സമ്പത്തിന്റെ മേഖലയിൽ പലർക്കും ഇല്ലാതെ പോയ ഒരു കാര്യമാകുന്നു അത് ആ ബർക്കത്ത് ലഭിക്കാതെ പോവുക എന്നുള്ളത്. നമുക്കറിയാം, വളരെ ചുരുങ്ങിയ പണം കയ്യിൽ കിട്ടുന്ന, കൂലി ചെയ്യുന്ന, അതുപോലെ തന്നെ ശമ്പളം കിട്ടുന്ന ആളുകൾ വളരെ സുന്ദരമായി കടമില്ലാതെ ജീവിച്ചു പോകുന്നു അവരുടെ ഫാമിലിയിലേക്ക് നോക്കുമ്പോൾ, അല്ലെ? എന്നാൽ ഭാര്യയും ഭർത്താവും ഒക്കെ ഗവൺമെന്റ് ശമ്പളങ്ങൾ വാങ്ങിയിട്ടും പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി കഴിയുന്ന വീടുകൾ, എത്ര വീടുകൾ നമുക്ക് കാണാൻ പറ്റും. എന്തേ അവിടെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയത്, അല്ലെ? നമ്മൾ ആലോചിക്കുക. അള്ളാഹു തന്നിട്ടില്ലെങ്കിൽ ആ അക്കൗണ്ടിൽ നമ്മൾക്കുള്ള എത്ര വലിയ സംഖ്യയും ഒരു ഹോസ്പിറ്റൽ കേസ് കൊണ്ട് തീരാവുന്നതാണെന്ന് നമ്മൾ മറന്നു പോകരുത്. അള്ളാഹുവിന്റെ ബർക്കത്ത് നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് ഹക്കീം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുന്നുണ്ട്, യാ ഹക്കീം. അദ്ദേഹം പറയാണ് ഫഅഅതാനി സുമ്മ സഅൽതു. ഒരിക്കൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. സഅൽതു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു ഞാൻ. ഫഅഅതാനി, എനിക്കപ്പം നൽകി. സുമ്മ സഅൽതു ഫഅഅതാനി, അപ്പോഴും നൽകി. സുമ്മ സഅൽതു ഫഅഅതാനി, അപ്പോഴും എനിക്ക് നൽകി. സുമ്മ ഖാല, അങ്ങനെ കിട്ടിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി അയാളോട് ഉണർത്തുകയാണ്, യാ ഹകീം ഇന്ന ഹാദൽ മാല ഖാദിറുൻ ഹുൽവുൻ, ഈ ധനം എന്നുള്ളത് അത് അത് പച്ച പിടിച്ചതാണ്, മധുരമുള്ളതാണ്. ആർക്ക് കിട്ടിയാലും മോഹം തീരില്ല. ഫമൻ അഖദഹു ബിസഖാവതി നഫ്സിൻ, ആരത് ഒരു ഉദാര മനസ്കതയോടുകൂടെ സ്വീകരിക്കുന്നുവോ ആ സമ്പത്തിനെ, ഭൂരിക ലഹു ഫീഹി, അതിൽ ബർക്കത്ത് ചൊരിയും. എന്തിനാ നമ്മൾ ചെലവഴിക്കണേ? എന്തിനാ നമ്മൾ കടം വാങ്ങിയത്? എന്തിനാണ് നമ്മുടെ വീട്ടിൽ ലോൺ എടുത്തത്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത്തരം വലിയ സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് പലിശയുമായി കൂടിപ്പോയി നമ്മുടെ ജീവിതം ബർക്കത്ത് കിട്ടുമോ? കിട്ടില്ലല്ലോ. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ വാഹനം അങ്ങനെ ലോണുമ്മലാണ് ഓടുന്നതെങ്കിൽ എവിടെ ബർക്കത്ത് കിട്ടാൻ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വമൻ അഖദഹു, അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആരെങ്കിലും ഒരു ഉദാര മനസ്കതയോടുകൂടെയാണ് ഇത് സ്വീകരിച്ചതെങ്കിൽ, ധനത്തെ സ്വീകരിക്കുന്നതെങ്കിൽ, ഭൂരിക ലഹു ഫീ, അതിൽ ബർക്കത്ത് ചൊരിയും. ഇനി വമൻ അഖദഹു ബിഇശ്റാഫി നഫ്സിൻ, ഒരു ധൂർത്ത് മനോഭാവത്തോടുകൂടെ പൊങ്ങച്ചം കാണിക്കുന്ന രൂപത്തിലൂടെയാണ് അതിനെടുത്തതെങ്കിൽ, ലം യുബാരിക് ലഹു ഫീ, അതിൽ ബർക്കത്ത് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. വകാന കല്ലദി യഅകുലു വലാ യശ്ബഉ, തിന്നുന്നുണ്ട് വയറു നിറയാത്തവനെ പോലെ ആയിരിക്കും അവന്റെ അവസ്ഥ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഉണർത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രംഗത്തൊക്കെ അള്ളാഹുവിൻ്റെതാണ്, മാലുള്ളയാണ്, അള്ളാഹുവിന്റെ ധനമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സ്വതക്ക നൽകേണ്ടതിന് സ്വതക്ക നൽകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ അതിൽ നമുക്ക് ബർക്കത്തുണ്ടാകും. അതുപോലെ അതിന്റെ സക്കാത്തിന്റെ വീതം കൊടുക്കുന്ന, അല്ലെ, അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയുള്ളവരായി നമ്മൾ മാറണം. ഒരിക്കലും ഹറാമിന്റേത്, ഇന്ന് അങ്ങനെ ഒരു കാലാണ്, ഹറാമും ഹലാലും നോക്കാതെ സമ്പാദ്യത്തിലേക്ക് കൂടിക്കലരുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഏറ്റവും ശ്രദ്ധിക്കണം. പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ എന്തൊക്കെ അത്തരത്തിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്തൊക്കെ ഉണ്ടോന്ന് ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക, അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ തൗഹീദുള്ള മുവഹിദുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവനെ പോലെയല്ല, അവൻ കച്ചവടം ചെയ്യുന്നവനെ പോലെയല്ല, അവൻ ചെയ്യുന്നത് പോലെയല്ല ഞാൻ
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു മുജാഹിദാണ്, ഞാനൊരു തൗഹീദുള്ളവനാണ്, എനിക്ക് പരലോകത്തിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് എന്റെ കച്ചവടം ക്ലച്ച് പിടിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അവിടെ എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹ് തന്ന ബറക്കത്താണ് അതിലും വലുതെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് സമ്പത്തിന്റെ മേഖലയിൽ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. മറ്റ് കാര്യങ്ങൾ നമ്മുടെ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യബ്സുത ലഹു ഫീ റിസ്ഖിഹി വ അൻ യുൻസഅ ലഹു ഫീ അഥരിഹി. ഒരാൾ തന്റെ റിസ്ക് വിശാലമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതുപോലെ ആയുസ് വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവന്റെ കുടുംബ ബന്ധം ചേർക്കട്ടെ. അല്ലെ, ആ ബന്ധങ്ങൾ അല്ലെ, അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു ബർക്കത്ത് കിട്ടിയ അവസ്ഥ നമുക്ക് ഉണ്ടാവും. ഹുസ്നുൽ ഖുൽഖ്, ചില ഹദീസിൽ കാണാം, സിലത്തുർ റഹ്മ കുടുംബ ബന്ധം, ഹുസ്നുൽ ഖുൽഖ് സൽസ്വഭാവം, ഹുസ്നുൽ ജിവാർ നല്ല അയൽപക്ക ബന്ധം, യുഅമ്മിറാനി ദിയാർ വീടുകളെ ജനനിബിഡാക്കുന്ന. എന്താണത്? ജനങ്ങളൊക്കെ ഇങ്ങനെ വരും, നമ്മുടെ വീട്ടിൽ ആരും വരാത്ത വീടായാലും എങ്ങനെ, അതിങ്ങനെ സ്വഭാവമൊക്കെ മോശമായി, അല്ലെങ്കിൽ ആളുകളോടൊന്നും നല്ല ബന്ധമല്ല, ആരെയും വിളിക്കൂല, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും? ആളുകൾ ഇങ്ങോട്ട് വരൂല, ആ വീട് ഇങ്ങനെ ഒരു ഒഴിഞ്ഞ വീട് പോലെയാവും. അല്ലെ, ആളില്ലാത്തവർ പോലെ ഒരു ശബ്ദവും കേൾക്കാത്ത അവസ്ഥ വരുന്നുണ്ടാവും. എന്നാൽ യുഅമ്മിറാനി ദിയാർ വീടുകളെ ജനനിബിഡമാക്കുന്ന വീടുകളായി മാറും. ഇത്തരത്തിൽ നല്ല സ്വഭാവവും നല്ല ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഉണ്ടെങ്കിൽ വയസീദാനി ഫിൽ അഅ്മാർ, അയാളുടെ ആയുസ്സിൽ അത് വർധനവുണ്ടാക്കുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ കച്ചവടത്തിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നുള്ള ഹദീസ് നമ്മൾ ഓർമ്മയിൽ ഉണ്ടാകുക. അവിടെ സത്യസന്ധമായിട്ട് അവിടെ കള്ളത്തരവും പൂഴ്ത്തിവെപ്പും ഒക്കെ ആണെങ്കിൽ ആ ബർക്കത്ത് അവിടെ നമുക്ക് മാഞ്ഞു പോകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിലുപരിയായി നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ബർക്കത്ത് നമുക്ക് കിട്ടാൻ നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലെ, അതുപോലെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതൊക്കെ ബർക്കത്താ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിലൂടെ തന്നെ അള്ളാഹു പറയാണ്, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ, ഈ ഗ്രന്ഥം ഇത് അനുഗ്രഹീതമായ ബർക്കത്തുള്ള ഗ്രന്ഥം, ഫത്തബിഊഹു, അതിനെ നിങ്ങൾ പിന്തുടരണം, വത്തഖൂ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം, നിങ്ങൾക്ക് കരുണ നൽകിയേക്കാം. അല്ലെ, അപ്പൊ അവിടെ ഇത് അങ്ങനെയുള്ള ഒരു ഗ്രന്ഥമാണ്. ഇതിന്റെ പാരായണം, അതിന്റെ പഠനം, അല്ലെ, നമ്മുടെ ഈ പള്ളിയിൽ തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച മുതൽ ഒരു ഖുർആൻ ക്ലാസിന്റെ തുടക്കം കുറിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നു, QHLS-ന് തുടക്കം കുറിക്കുകയാണ്. എല്ലാവരും ഞായറാഴ്ച രാവിലെ 7 മണിക്ക് തന്നെ ആ ക്ലാസ്സിൽ എത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കുമ്പോ അതിന്റെ ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോ ഒന്ന് കൂടിയിരിക്കുമ്പോ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതോടുകൂടി അവന്റെ അനുഗ്രഹം ബർക്കത്ത് നമുക്ക് ലഭിക്കും. അത് വീട്ടിൽ പാരായണം ചെയ്യുമ്പോൾ, അതിന്റെ പഠനം നടക്കുമ്പോ ഒക്കെ അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ കാണാം, പ്രത്യേകം ചില സൂറത്തുകൾ ഉണ്ട് അങ്ങനെ മഹത്വമുള്ള, അല്ലെ, സൂറത്തുൽ മുൽക്കിന്റെ മഹത്വമായി പറഞ്ഞ കൂട്ടത്തിൽ കാണാൻ പറ്റിയത് എന്ത്? മാനിയത്തും മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്നുള്ള ഒരു സുരക്ഷയാണെന്ന്. അത് പഠിക്കണം, അതിന് ആശയം അറിയണം. അങ്ങനെ പലതിനും പല സൂറത്തിനും മാറ്റുണ്ട്. അതിലൊന്നാണ് സൂറത്തുൽ ബഖറ. നമുക്കറിയാം, ഒരു ഹദീസിൽ കാണാം, ഇഖ്റഉ സൂറത്തുൽ ബഖറ ഫഇന്ന അഖദഹ ബറക, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം, അത് ബർക്കത്താകുന്നു. വതറകഹ ഹസ്ര, അത് ഉപേക്ഷിക്കുക, അത് ഓതാതെ പോവുക എന്നുള്ളത് ദുഃഖമാകുന്നു, നഷ്ടമാകുന്നു. ആ രൂപത്തിലുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം സൂറത്തുകളും പഠനങ്ങളും ഒക്കെ, ഖുർആനിന്റെ പഠനങ്ങളൊക്കെ അത് നമുക്ക് ബർക്കത്തിനുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിനപ്പുറമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബർക്കത്തിന് വേണ്ടി റബ്ബിനോട് ഞാൻ ചോദിക്കണം. തുടക്കത്തിൽ പറഞ്ഞല്ലോ, പ്രാർത്ഥനകൾ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്ത ദുആകളുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, അല്ലേ, പ്രാർത്ഥനയിൽ അതേപോലെ തന്നെയാണ് അല്ലാഹുമ്മ ബാരിക് ലി ഫീമാ അഅതൈത, അല്ലെ, നബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുവേ നീ എനിക്ക് നൽകിയതിലൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ, അല്ലാഹുമ്മ ബാരിക് ലി ഫീമാ അഅതൈത. നമ്മൾ പ്രാർത്ഥിക്കണം, മക്കൾക്ക് പ്രാർത്ഥിക്കണം. നമ്മളൊരു ജനിച്ച കുട്ടിയെ കാണാൻ പോയാൽ ആശ്ചര്യത്തോടുകൂടെ, കുട്ടിയെന്നല്ല എന്ത് കാര്യങ്ങളും മറ്റൊരാളിൽ നമ്മൾ ആശ്ചര്യത്തോടെ കാണുമ്പോൾ അത് വർണ്ണിച്ച് പറയുന്നതിനപ്പുറം നമ്മുടെ നാവിൽ നിന്ന് വരണം, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. ഒരു വിവാഹം നടക്കുന്ന സദസ്സിൽ അത് പറയാറുണ്ട് നമ്മൾ, ബാറക്കല്ലാഹു ലക്കുമാ. എന്താ? അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ബർക്കത്ത് ആവശ്യമാണ് എന്നതുകൊണ്ടാണ് അവിടെ നമ്മൾ എടുത്തു പറയുക. ഒരു ഭക്ഷണം നൽകിയവന് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ബാരിക് എന്ന് പറഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിക്കണം. വ്യത്യസ്ത ദുആകൾ ആ രംഗത്തുണ്ട്.
അല്ലെ? അൽഹംദുലില്ലാ എന്ന് പ്രാർത്ഥനകൾ ചൊല്ലി അല്ലാഹുമ്മ ബാരിക് ലഹു എന്ന് പറയണം നമ്മൾ. അല്ലെങ്കിൽ പിന്നെ അല്ലാഹു നീ നിനക്ക് നൽകിയതിൽ അല്ലാഹു ബർക്കത്ത് ചൊരിയ, എനിക്ക് തന്നതിൽ അല്ലാഹു നിനക്ക് ബർക്കത്ത് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കണം, അല്ലേ? അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത കടം നൽകിയവന് അയാൾക്ക് തിരിച്ചു കൊടുക്കുമ്പോ അയാൾക്ക് വർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വ്യത്യസ്ത പ്രാർത്ഥനകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുട്ടി ജനിച്ച കുട്ടിയെ നമ്മളെ മുമ്പിൽ കൊണ്ടുവരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത സുന്നത്ത് എന്താ? ആ കുട്ടിയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ച് അല്ലെങ്കിൽ ഇതുപോലെയാണെന്ന് പറയുകയല്ല, മറിച്ച് എന്താ, ആ കുട്ടിന്റെ കയ്യിലെടുത്ത് രണ്ട് കാര്യം ചെയ്യുന്ന ഹദീസ് കാണാം. ഒന്ന്, ഒരു മധുരം നൽകി. മധുരം എന്ന് പറയുമ്പോ കാരക്കയുടെ ഒരു ചെറിയ നനവ് ആ കുട്ടിയുടെ നാവിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഒരു മധുരം നൽകി. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. എത്ര ആള് പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ ആലോചിക്കുന്നത്? അപ്പൊ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരുത്തർക്ക് വേണ്ടി നമ്മളിൽ നിന്നൊരു ഉപദ്രവം ഇല്ലാതിരിക്കാൻ പോലും നമ്മൾ ചെയ്യേണ്ടത് ആ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് ഇത് ചോദിച്ച് നമ്മൾ വാങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മളിലും നമ്മുടെ കുടുംബത്തിലും അവന്റെ ഖൈറും ബർക്കത്തും ചൊരിഞ്ഞെന്ന് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الإخوان اتقوا الله ثانيا بتقوى الله. വിശ്വാസികൾ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിന് പ്രത്യേകമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പം അത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നിയമനം വരെ എത്തി എന്നുള്ളത് നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പൊതുവായ ഇത്തരം മുസ്ലിങ്ങളുടെ ശരീഅത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ രാഷ്ട്രീയ കക്ഷിത്വങ്ങളിൽ നിന്നപ്പുറമായി ഈമാനുള്ള മുവഹിദുകളായ മുസ്ലിങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വേണ്ട രൂപത്തിലുള്ള പ്രതികരണങ്ങളും തിരുത്തലുകളും ഒക്കെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, വഖഫ് അത് ഒരു PSC അല്ലെങ്കിൽ പൊതു പ്ലാറ്റ്ഫോമിലേക്ക് അത് മാറുക എന്നുള്ളത് അതിന്റെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം ഇസ്ലാമികമായ ശരീഅത്ത് നിയമപ്രകാരം വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരാൾ ദാനം ചെയ്ത ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിനപ്പുറത്തേക്ക് അത് മാറുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന ആരായിരുന്നാലും ശരി അതിന് കുറ്റക്കാരായി തീരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്തൊക്കെ ഏതേത് വിഷയങ്ങൾ ഇസ്ലാമിനെതിരെ ഉണ്ടാവും, നമ്മുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഒരു മുസ്ലിം സൊസൈറ്റിയുടെ കോർഡിനേഷൻ ഈ രംഗത്ത് ഉണ്ട്, നമുക്കറിയാം അൽഹംദുലില്ലാഹ്. ഇത്തരം സന്ദർഭത്തിൽ അതൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിലൂടെ കൂട്ടായ്മയിലൂടെ നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു ഒരു പുരോഗതി അല്ലെങ്കിൽ ഒരു ഫലം ഇത്തരം കൂട്ടായ്മ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇവിടൊക്കെ നമ്മുടെ ഏത് രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഇസ്ലാമിന്റെ ആ ഇസ്സത്തിനെ, ഇസ്ലാമിന്റെ ആ ശരീഅത്തിന്റെ നിയമങ്ങളെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, അത് നിലനിർത്തി അതിന്റെ യഥാർത്ഥ രൂപത്തിലൂടെ തന്നെ അത് കാണാൻ മരണം വരെ ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകണം. അത്തരം ശ്രമങ്ങളും അത്തരം കൂട്ടായ്മയും നമ്മളെ രംഗത്ത് ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം പ്രതിഷേധ സംഗമങ്ങളിലൊക്കെ പൊതുവായ പ്ലാറ്റ്ഫോമിലൂടെ അത്തരം രംഗങ്ങളിലൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മുടെ ഖുർആൻ ക്ലാസിന്റെ കാര്യം ഞാൻ ഉണർത്തി. അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയുണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അവരുടെ പ്രമാണങ്ങൾ അടിസ്ഥാനമായി തന്നെ നിലകൊണ്ട് ഇസ്സത്തോടുകൂടി ഇവിടെ നിലനിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളിൽ ആ രംഗത്തൊക്കെ ഈമാനോടുകൂടി നിലകൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാകുമാറാകട്ടെ. അള്ളാഹു നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും എല്ലാവിധ ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു നിന്ന് നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. നരക ശിക്ഷയിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മൾ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.